ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് വലിയ നാശനഷ്ടമുണ്ടായി. KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടിവീണ് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി. അതേസമയം പലയിടങ്ങളിലും വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. കടുത്ത വേനലിനിടെ ബുധനാഴ്ച പുലർച്ചെയാണ് മഴയെത്തിയത്. കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പന്തീരങ്കാവ് മടത്തിൽപ്പറമ്പ് രാജുവിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് മേൽക്കൂര തകർന്നു. എടക്കൈക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന് മുകളിൽ മരം വീണ് കെട്ടിടത്തിന് നാശനഷ്ടങ്ങളുണ്ടായി. മാത്ര കരിമ്പയിൽ KK മുഹമ്മദ് കോയയുടെ വീടിന് മുകളിലേക്കും നെടുമ്പറമ്പ് മീത്തൽ ദിനേശന്റെ വീടിന് മുകളിലേക്കും തെങ്ങ് വീണു. പെരുമണ്ണ ചാത്തമംഗലം പഞ്ചായത്തുകളിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരുമണ്ണയിലെ തെക്കേപ്പാടം, വിരിപ്പാടം, മണക്കടവ്, പുത്തൂർമഠം മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. മരങ്ങൾ വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. പെരുമണ്ണ മഞ്ചപ്പാറ തെക്കേത്തൊടി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും മരം വീണ് തകർന്നു. ചാത്തമംഗലത്ത് വെള്ളന്നൂർ, ഇഷ്ടിക ബസാർ, വിരിപ്പിൽ തുടങ്ങിയ ഭാഗങ്ങളിലും വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട്. ഒരു മണിയുണ്ടാവും രാത്രി. അതിലും ഭയങ്കര കാറ്റും മഴയും. ഞങ്ങളൊരു മൂന്നാളെ 1,500 വായകളും പോയിന്ന്. വിഷുവിന് കണക്കായി ഒരു മാസം കൊണ്ട് വെട്ടേണ്ട വായ. വിഷുവിന് കണക്കായി ഉണ്ടാക്കിയ കൃഷിയാണ്. മുക്കം പോയി ഒരു 3-4 ലക്ഷം ഉറുപ്പിന്റെ നഷ്ടം. ഞങ്ങൾ അധ്വാനം പോയി ഒക്കെ പോയി. എല്ലാം കിട്ടിയാൽ കിട്ടി, ഇത്രേ ഉള്ളൂ. കൊന്നേരി പോയി, നഷ്ടമായി. 2018 ആണ് ഒരു ഇതേമാതിരി വലിയ കാറ്റും മഴയൊക്കെ ഉണ്ടായത്. തന്നെ കഴിഞ്ഞല്ലോ 2-4 മഴയൊന്നും ഇല്ലേനി, കാറ്റും ഇല്ലേ. മഴ ഉണ്ടേനി, കാറ്റില്ലേനി. ഇപ്പം എല്ലാം ഭയങ്കര നഷ്ടവും.